ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരി. എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം എൻ്റെ കയ്യിലിരിക്കുന്ന ബൈക്ക് ഡൊമിനാറാണ്, എൻ്റെ സ്വന്തം ബൈക്ക് ഡൊമിനാർ ആണ് എന്ന്. എന്തുകൊണ്ട് ഞാൻ ഡൊമിനാർ എടുത്തു, എങ്ങനെയാണ് ഞാൻ ഡൊമിനാറിലേക്ക് എത്തിയത് എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. എൻ്റെ ആദ്യത്തെ ബൈക്ക് എന്ന് പറഞ്ഞാൽ ഹോണ്ട CB ഷൈൻ ആണ്. അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ അച്ഛൻ എടുത്ത് തന്ന വണ്ടിയാണത്. ഒരുപാട് നാൾ ഞാൻ അതുകൊണ്ട് നടന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ഒരുപാട് കാടും മലയൊക്കെ കയറിപ്പോയി. ഹൈവേ ടൂറിങ്ങിലൊക്കെ നമ്മൾ ആ ഒരു 125 cc ഹോണ്ട ഷൈനായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഹൈവേ ടൂർ ചെയ്യുന്ന സമയത്ത് ഒരു പവറിൽ കുറവുള്ള ഒരു വണ്ടി ഓടിക്കുമ്പം നമുക്കുണ്ടാവുന്ന ഒരു ലാഗ്, കാരണം റോഡ് ഫ്രണ്ടിലോട്ട് ഒരുപാട് കിടപ്പുണ്ട്. നമ്മൾ ഫുള്ള് തിരിച്ച് വെച്ചാലും 90 100 അത് ടച്ച് ചെയ്യത്തേ ഉള്ളൂ, അതിന് മേലോട്ട് പോകത്തില്ല. അപ്പോൾ ഫ്രണ്ടിലോട്ട് റോഡ് ഇനിയും കിടക്കുകയാണ്, വണ്ടി കയറി പോകുന്നില്ല. എന്നെ പാസ് ചെയ്ത് ഒരുപാട് വണ്ടികൾ കയറി പോകുന്നുണ്ട്. ആ ഒരു ഫീൽ അനുഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. അന്നേരം എനിക്ക് തോന്നി എൻ്റെ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, എനിക്ക് ഇച്ചിരൂടെ പവറുള്ളൊരു വണ്ടി വേണം എന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അന്നേരം തന്നെ ഞാൻ ചാടിക്കയറി ഡൊമിനാർ 400 മതിയെന്നും പറഞ്ഞെടുത്തതും അല്ല. ഈ ഡൊമിനാർ 400 എടുക്കുന്നതിനേക്കാൾ മുന്നേ ഒരു 7-8 ബൈക്ക് എൻ്റെ മനസ്സിൽ കൂടെ വന്ന് കടന്നു പോയി. എന്നെ സംബന്ധിച്ച് ഒരു ബൈക്ക് എടുക്കുമ്പം അതിന് അത്യാവശ്യം ലുക്ക് വേണം, പവർ വേണം, മൈലേജ് വേണം, പിന്നെ പില്ലിയൻ കംഫർട്ട് വേണം, ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റണം. ഇതെല്ലാം കൂടെ ഒത്തൊരു ബൈക്കിൻ്റെ ആ പേര് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ പവർ അത്യാവശ്യം വേണം, ടോർക്ക് വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ളൊരു ബൈക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിംഗിൾ സിലിണ്ടർ ബൈക്സിൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബൈക്ക് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനൊരു ബൈക്ക് നിലവിലില്ല. പക്ഷേ ഡൊമിനാർ ഞാൻ എടുത്തു. വൈ? ആദ്യമായിട്ട് എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്ന വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോ ഇറക്കിയ എക്സ്ട്രീം 200S എന്ന് പറയുന്ന ആ ഒരു മോഡലാണ്, ഫെയറിംഗ് മോഡൽ. നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ആ വണ്ടിയെ പറ്റി അറിയത്തില്ലായിരിക്കും. അങ്ങനെ വലിയ ഇതൊന്നും ആവാത്തൊരു എന്താ പറയുക, ഒരു കൊച്ചു വണ്ടിയാണ്. ഏകദേശം 200 cc അടുത്താണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. പക്ഷേ ആ വണ്ടി ഞാൻ ഓടിച്ച് നോക്കിയ സമയത്ത് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് എൻ്റെ കയ്യിരിക്കുന്ന ഹോണ്ട CB ഷൈനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ. വലിയൊരു മാരകമായിട്ടുള്ളൊരു പവർഫുൾ ബൈക്ക് ഓടിക്കുന്ന പോലെ, ഒരു ഫെയറിംഗ് ബൈക്ക് ഓടിക്കുന്ന പോലെ ഒന്നും നമുക്ക് തോന്നില്ല. ഹോണ്ട ഷൈനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ. കൈ കൊടുത്ത് കയറുന്ന സമയത്ത് വണ്ടിക്ക് അത്യാവശ്യം സ്ട്രെയിൻ ഉണ്ട്. ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് അത്യാവശ്യം 100 120 പോകാനാണെങ്കിൽ എന്തിനാണ് ഞാൻ ഇങ്ങനൊരു വണ്ടി എടുക്കുന്നത്? അത് വെറുതെയാണ്, വെറുതെ കാശ് പോത്തേ ഉള്ളൂ എന്ന് തോന്നി ഞാൻ അത് ഒഴിവാക്കി. പിന്നീട് എൻ്റെ മനസ്സിലോട്ട് കിടന്ന വണ്ടിയാണ് നമ്മുടെ അപ്പാച്ചിയുടെ RTR 200, 4Vക്ക് മുന്നേ ഉള്ള സാധനം. അത് അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാണ്, ഓട്ടിക്കാനൊക്കെ പക്ക കംഫർട്ടാണ്, കിടിലമാണ്, ഒരു രക്ഷയില്ലാത്ത റൈഡിങ് കംഫർട്ടാണ് അത് തരുന്നത്. മൈലേജും വലിയ കുഴപ്പമൊന്നുമില്ല. ലുക്കാണെങ്കിൽ നല്ലൊരു ലുക്കുണ്ട്, നേക്കഡ് വെർഷനിൽ നല്ലൊരു ലുക്കുള്ളൊരു വണ്ടിയാണത്. പക്ഷേ ഈ ഒരു സാധനത്തിന് ഈ ലൊട്ട് പണികളെന്നൊക്കെ പറയില്ലേ, അതിൽ ചെറിയ ചെറിയ പണികളൊക്കെ കൂടുതൽ വരുന്നുണ്ട് എന്ന് പല ഓണേഴ്സും പറഞ്ഞു, പല വീഡിയോസിലും അത് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇത് ചെറിയ ചെറിയ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ സൗണ്ട് കേട്ടാൽ പലതും ഇളകി പോകുന്നൊരു അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതും ഞാൻ വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം മനസ്സിലോട്ട് വന്നത് FCS25 എന്ന് പറയുന്ന മോഡലാണ്. പലർക്കും അറിയത്തില്ലായിരിക്കും, ഒരുപാട് പേർക്ക് അറിയാം. അതാണ് FCയുടെ 250 cc ഒരു ടൂറിംഗ് മോഡൽ ബൈക്ക്. അത് നല്ല അടിപൊളി ഒരു വണ്ടിയാണ്, ഓട്ടിക്കാൻ നല്ല കംഫർട്ടുണ്ട്, അത്യാവശ്യം മൈലേജ് ഉണ്ട്, കുഴപ്പമില്ലാത്ത ലുക്കുണ്ട്. പിന്നെ എൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ബ്രൈറ്റ്നസ് അത്യാവശ്യം ശോകമാണ്, അതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ബൈക്കുകളും ഓരോ ബൈക്കുകൾ സെലക്ട് ചെയ്തിട്ടും അതിൻ്റെ നെഗറ്റീവ്സ് എന്താണ്, ഡ്രോബാക്ക് എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. FCS25 എടുത്തു കഴിഞ്ഞാൽ അതിന് മറ്റുള്ള 250 cc പവർ ലാഗ് ഉണ്ട്, പവർ ഡ്രോപ്പ് ഉണ്ട്. അത് പോട്ടെന്ന് വെക്കാം, എന്നാലും അത്യാവശ്യം പവറുള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ്സും കുറച്ച് കുറവാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ഈ ലഡാക്ക് ട്രിപ്പ് പോകണം എന്നൊരു ഭയങ്കര ആഗ്രഹം എൻ്റെ മനസ്സിലുള്ള സമയത്ത് ലഡാക്ക് ട്രിപ്പിന് ഇത് സൂട്ടബിൾ ആവുമോ എന്ന് ഇങ്ങനെ നോക്കിയപ്പം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എയർ ആൻഡ് ഓയിൽ കൂൾഡുള്ള ആ ഒരു എഞ്ചിനുള്ള ബൈക്സിന് വലിവ് കുറവാണ്. കാരണം ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ആ ഹൈ ആൾട്ടിറ്റ്യൂഡ് ചെല്ലുമ്പം ലഗേജും പില്ലിയണും വെച്ചിട്ട് FCS25 നല്ല രീതിയിൽ തന്നെ മുക്കറയിടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ തന്നെ മതി എന്നുള്ള ധാരണയിൽ ആ FCS25 മനസ്സിൽ നിന്ന് മാറ്റി നിർത്തി RS200 പ്രതിഷ്ഠിച്ചു. അതിനെ പ്രതിഷ്ഠിച്ചപ്പം ഇതിന് ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓട്ടിക്കാനൊക്കെ ഓക്കെയാണ്, പക്കാണ്, റൈഡിങ് കംഫർട്ട് ആയിക്കോട്ടെ, പില്ലിയൻ കംഫർട്ട് വലിയ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ലഗേജ് ക്യാരി ചെയ്യാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഗാബ്രിയലിൻ്റെ അടുത്ത് 2 ഹോളാണ്. അതിന് എക്സ്ട്രാ ഇനി കാരിയർ ഫിറ്റ് ചെയ്യണം, ബിൽഡ് ചെയ്ത് സ്ക്രൂ ഒക്കെ ഇട്ട് ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും ഞാൻ വേണ്ടെന്ന് വെച്ചു. എന്തോ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ട് ലഗേജ് വെക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ. അതിനുശേഷം ഞാൻ ജിക്സർ SF250 ആണ് നോക്കിയത്. അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ഇതിന് പില്ലിയൻ കംഫർട്ട് എന്ന് പറയുന്ന സാധനം ഭയങ്കര ശോകമാണ്. പിന്നെ കാരിയർ വെക്കാനായിട്ടാണെങ്കിൽ ഒരു തരത്തിലും അങ്ങോട്ട് സൂട്ടാവുന്നില്ല. ഇനി എക്സ്ട്രാ കാരിയർ വെച്ചാലും അത് കാണാനൊരു ബോറൽ ലുക്കും ആയിരിക്കും. അതിനുശേഷം വന്നത് മീറ്റോർ 350 ആണ്. അത് കുഴപ്പമില്ല, ക്രൂയിസിങ് ബൈക്കാണ്. വലിയ ഇത് കാരണം ഞാൻ കുറേ കിടന്ന് അലഞ്ഞ് ഞാൻ തന്നെ അങ്ങ് മടുത്തു. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടി കിട്ടുന്നില്ല. എന്നാൽ പിന്നെ റൈഡിങ് കംഫർട്ടും പക്കയാണ്, പില്ലിയൺ ഇരിക്കുന്നതിനും പക്ക വേണം,
അത്യാവശ്യം ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റണം, സുഖമായിട്ട് യാത്ര ചെയ്യാനും പറ്റണം, വലിയ ഒരു കുഴപ്പമില്ലാത്ത മൈലേജും കിട്ടണം. ലുക്ക് വൈസും അതിൻ്റെ ഒരു പെർഫോമൻസ് വൈസും ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ മീറ്റിയോർ 350 എടുക്കാം എന്നുള്ള ധാരണയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നാൽ പിന്നെ അതിൻ്റെ ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി അത്യാവശ്യം റേറ്റ് ഉണ്ട് സാധനം. കാരണം അതിൻ്റെ വൈസർ നമ്മൾ ഇഷ്ടപ്പെട്ട ആഡ് ചെയ്യുക, ടൂറിങ് സീറ്റ് ആഡ് ചെയ്യുക, ബാക്ക് റെസ്റ്റ് ആഡ് ചെയ്യുക, ഇതെല്ലാം ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു എമൗണ്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വണ്ടറടിച്ചിരിക്കുക പാടെ പെട്ടല്ലോ എന്നും പറഞ്ഞു. അപ്പോഴാണ് യാദൃശ്ചികമായിട്ട് എൻ്റെ മനസ്സിലോട്ട് അന്ന് വരെ ഇല്ലാതിരുന്ന ഡൊമിനാർ 400 ഡൊമിനാർ എന്ന ബൈക്ക് കടന്നു വരുന്നത്. അത് ഒരു ഡൊമിനാർ 250 എനിക്ക് ഓട്ടിക്കാൻ ഒരു അവസരം കിട്ടി. ഞാൻ നൈസായിട്ടൊന്ന് ഓട്ടിച്ച് നോക്കി. അത് ഓട്ടിച്ച് നോക്കിയപ്പം ഇത്രയും നാളായിട്ടും ഒരു 250cc എനിക്ക് ഇത്രയും കംഫർട്ടായിട്ടുള്ള ഒരു റൈഡ് കിട്ടിയിട്ടില്ല. ഇത്രയും സ്റ്റെബിലിറ്റി ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇത്രയും നല്ലൊരു ക്രൂയിസിങ് സ്പീഡ് ഒരു 120+ എനിക്ക് ഇത്രയും സ്റ്റെബിലിറ്റി ആയിട്ട് ഹൈവേയിൽ ഓടിക്കാൻ വേറെ ഒരു 250 ഞാൻ ഓടിച്ചിട്ടുള്ള ഒരു 250 ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഓടിച്ചിട്ടുള്ള ഒരു 250-200 ബൈക്കിലും ഇത്ര കംഫർട്ടായിട്ട് ഒരു 100+ അല്ലെങ്കിൽ ഒരു 120+ ഹൈവേയിൽ ഓടിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. കാരണം അത്രയ്ക്ക് കംഫർട്ടുള്ളൊരു സാധനമായിരുന്നു ഈ ഒരു മുതലെന്ന് പറയുന്നത്. അപ്പം ഞാനങ്ങ് ഉറപ്പിച്ച് എൻ്റെ വണ്ടി ഡൊമിനാർ 250 തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ 2 പുലികൾ വേറെയുണ്ട്. നമ്മുടെ CBR 250യും പിന്നെ നമ്മുടെ മോജോ 300. ഇത് രണ്ടും റൈഡിങ് കംഫർട്ടിന് ഡൊമിനാറിനേക്കാളും ഒരുപാട് ബെറ്ററാണ്. പക്ഷേ ആ 2 സാധനവും ഡിസ്കണ്ടിന്യൂ ആയി. എൻ്റെ പാർട്സ് അവൈലബിലിറ്റി ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പണി തരുന്നതുകൊണ്ടാണ് ആ 2 ബൈക്കിനെ ഞാനിവിടെ മാറ്റി നിർത്തിയത്. അല്ലാതെ ആ ബൈക്ക് മോശമായിട്ടല്ല, ഡൊമിനാറിനേക്കാളും ഒരുപാട് ബെറ്ററാണ്. മോജോ 300 ആയാലും CBR 250R ആണെങ്കിൽ ഒരുപാട് ബെറ്ററാണ്. അതിനെ ഞാൻ മാറ്റി വെച്ചെന്നേ ഉള്ളൂ. അത് മോശമായതുകൊണ്ടല്ല, നമ്മൾ ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി. അതിൻ്റെ പാർട്സും സർവീസും ഒക്കെ അത്യാവശ്യം ശോകമായി പോയതുകൊണ്ടാണ്. അങ്ങനെ ഡൊമിനാർ 250 എടുക്കാം എന്നുള്ള ധാരണയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡൊമിനാർ 400 അത്യാവശ്യം ഈ ടൂറിങ് എഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സാധനം കൊണ്ട് ഇറങ്ങുന്നത്. അതായത് വൈസറുണ്ട്, നക്കിൾ ഗാർഡുണ്ട്, ക്യാരിയറുണ്ട്, സാഡിൽ സ്റ്റേ ഉണ്ട്, ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഒന്നും വേണ്ട, ലോങ് ടൂറിങ്ങിന് വേണ്ട എല്ലാ സാധനമായിട്ടും കമ്പനി അതിനെ ഇറക്കി. അപ്പം ഞാൻ ആലോചിച്ചേ, ഇത്രയും സാധനങ്ങൾ കമ്പനി തന്നെ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി പുറത്തിറക്കി ഇനി കസ്റ്റം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ എന്തിൻ്റെ MVDയുടെ വായി കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുവരെ ഒരു 250cc മേലോട്ടുള്ളൊരു ബൈക്ക് ഞാൻ ഓടിച്ചിട്ടില്ല. മോജോ പോലും ആ ടൈമിൽ ഓടിച്ചിട്ടില്ല. 250cc വരെയുള്ള ബൈക്കുകളൊക്കെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 400cc 371cc 10-35-40 bhp പവറുള്ള സാധനം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ച്, നമ്മൾ കൈ കൊടുക്കുമ്പോഴല്ലേ ഈ സാധനം കയറി പോകത്തുള്ളൂ, താനേ കയറി പോകത്തില്ലല്ലോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം 100 കിലോമീറ്റർ കിടക്കാനൊക്കെ ആണെങ്കിൽ 5.something seconds മതി. 5 സെക്കൻഡ് എന്ന് പറഞ്ഞത് വലിയ കാര്യമാണോ? പെട്ടെന്ന് കണ്ണ് അടച്ച് തുറക്കേണ്ട സമയം വേണ്ട വണ്ടി 100 മേലെ കയറാനായിട്ട്. അപ്പോൾ എന്തായാലും 400 അങ്ങ് എടുക്കാം, മൈലേജിനകത്ത് കോംപ്രമൈസ് ചെയ്യാം എന്ന് ഞാനങ്ങ് വിചാരിച്ചു. പുതിയത് എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കാലം നടന്ന് ചില പ്രശ്നങ്ങൾ കാരണം സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണമാണ് എടുത്തത്. പിന്നെ മൈലേജിനകത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഡൊമിനാർ 400 ആണെങ്കിൽ നമുക്കൊരു 30+, 35-നടുത്ത് 35, ചിലപ്പം 35+ എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ആ രീതിയിൽ റോഡാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ മൈലേജ് കിട്ടും. അത് ക്ലച്ച് ബ്രേക്ക് ഒന്നും യൂസ് ചെയ്യാതെ വളവും തിരിവും കാര്യങ്ങളൊന്നുമില്ല, സ്ട്രെയിറ്റ് റോഡിൽ ഒരു 90-110 ആ ഒരു രീതിയിൽ ക്രൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ മൈലേജ് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.